ഹലോ. ഡെൻഡ്രോബിയം വാങ്ങുന്നവർക്ക് അല്ലെങ്കിൽ വളർത്തുന്നവർക്ക്, അതായത് തൈകൾ വാങ്ങി വളർത്തുന്നവർക്ക് അത് മെച്യൂർഡ് ആവുന്നില്ല അല്ലെങ്കിൽ പൂക്കൾ വരുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കംപ്ലൈൻറ്റ്സ് നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ ഏത് നഴ്സറിയിൽ നിന്നായാലും ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് തൈകൾ വാങ്ങുന്ന ആൾക്കാർ ഒരു 1 ഇയർ ഗ്രോത്ത് കഴിഞ്ഞ പ്ലാന്റ്സ് ആയിരിക്കാം നമ്മളിപ്പോൾ സെയിലിന് വേണ്ടിയിട്ട് ഇടുന്നത്. ഇത് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ്, നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ് ആണെങ്കിൽ പോലും നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഒരു 2-3 മന്ത് എങ്കിലും അത് കറക്റ്റ് ഗ്രോത്തിന്, അറ്റ്ലീസ്റ്റ് 2 മന്ത് എങ്കിലും ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള വളം കൊടുക്കണം. അത് നമ്മളുടെ കയ്യിൽ ഏത് ഗ്രോത്തിന് വേണ്ടി, അതായത് മിറാക്കിൾ ഗ്രോയോ അല്ലെങ്കിൽ ഗ്രീൻ കെയർ 30-10-10 ഏതെങ്കിലും 1 ലിറ്റർ വെള്ളത്തിനകത്ത് വീക്കിലി 1-2 പ്രാവശ്യം വെച്ച് നമ്മുടെ പ്ലാന്റ്സിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഐസ്ക്രീമിൻ്റെ സ്പൂണിന് 1 സ്പൂൺ. ഈ ഒരു 2 മാസം കണ്ടിന്യൂസ് വീക്കിലി ഒരു 2 ടൈംസ് വെച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ ഈ പ്ലാന്റ് ഷുവറായിട്ടും മെച്യൂർഡ് ആവും. അപ്പോൾ ചില കസ്റ്റമേഴ്സ് നമ്മളോട് പറയുന്നത് പ്ലാന്റ് വാങ്ങിയിട്ട് അത് മെച്യൂർഡ് ആയില്ല, അങ്ങനെയേ നിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ ഏത് പ്ലാന്റ് ആയാലും കറക്റ്റ് വളം ഫോളോ ചെയ്ത് കൊടുത്താൽ മാത്രമേ പ്ലാന്റ് നല്ലതുപോലെ ഗ്രോത്ത് ആവത്തുള്ളൂ. പെട്ടെന്ന് ഫ്ലവേഴ്സ് ആവാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. നമ്മുടെ സവോളയും കുറച്ച് ശീമക്കൊന്നയുടെ ഇലയും കുറച്ച് മുരിങ്ങയിലയും കൂടെ മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഒരു 2 ദിവസം ഇതൊന്ന് പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. പൊളിച്ചതിന് ശേഷം നല്ലതുപോലെ നേർപ്പിച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. പുതിയ തൈകൾ പൊട്ടാനും പൂക്കൾ വരാനും ഒക്കെ സഹായിക്കും. അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. മെസ്സേജ് ഇടാൻ മറക്കല്ലേ കേട്ടോ.